ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രിൻസ്. ഇന്നിവിടെ നമ്മൾ പരിശോധിക്കുന്നതെന്ന് പറയുന്നത്, നമ്മളൊരു UAE ദുബായിലൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്തുകൂടാത്ത അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ്. സോ ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതുപോലെ ടെസ്റ്റ് കൊടുത്ത് പാസ്സാവാൻ സാധിക്കും. സോ അതിലേക്ക് കടക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളൊരു റോഡ് ടെസ്റ്റിന് പോകുമ്പോൾ ഭയം നമ്മളെ ഭരിക്കാൻ നോക്കരുത്. സോ ആ ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഉദാഹരണത്തിന്, ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ എല്ലാവരിലും ഒരു ചെറിയ ഭയം ഉണ്ടാവും, അത് നാച്ചുറൽ. പക്ഷേ ഈ ഭയം കാരണം, അല്ലെങ്കിൽ ഭയം നമ്മളെ കീഴ്പ്പെടുത്തിയത് കാരണം നമ്മൾ ടെസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നിങ്ങളെ മിസ്റ്റേക്കിലേക്ക് നയിക്കുന്നതായിരിക്കും. അപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുക, കാമായിട്ട് ടെസ്റ്റ് കൊടുക്കുക. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭയം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് സമയം പാഴിക്കളയുക. ഉദാഹരണം, നമ്മൾ വാഹനത്തിൽ പ്രവേശിക്കുന്ന ഉടനെ തന്നെ നമ്മൾ മിറർ ചെക്ക് ചെയ്യുന്നു, സീറ്റ് ചെക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സോ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സമയം നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളത് എക്സാമിനറെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ അനാവശ്യമായിട്ട് സമയം കളയരുത്. നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വണ്ടി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ കെയർലെസ് ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യരുത്. വളരെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ മിറർ, ഷോൾഡർ ഒക്കെ ചെക്ക് ചെയ്ത്, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് വളരെ സമാധാനത്തിൽ സേഫ്റ്റി ആയിട്ട് നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കെയർലെസ് ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യരുത്. ഈ ലൈൻ ചേഞ്ച് വളരെയധികം പ്രധാനപ്പെട്ട ഫെയില്യൂർ ആവാനുള്ള ഒരു കാരണമായി തീരാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ കെയർലെസ് ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യരുത്. എക്സാമിനറുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ മുഖവിലേക്ക് എടുക്കാതിരിക്കുക. സോ ഇതെന്ന് പറയുന്നത് ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ എക്സാമിനർ എന്തു പറയുന്നു അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രതികരിക്കുക. ഇനി ചില സമയങ്ങളിൽ എക്സാമിനർ നമ്മൾ വിചാരിക്കും അത് റൂൾ അനുസരിച്ചിട്ടുള്ള കാര്യം അല്ല എക്സാമിനർ പറഞ്ഞതെന്ന്. അങ്ങനെ നമ്മൾ വിചാരിക്കും. പക്ഷേ എക്സാമിനേഴ്സിന് നല്ല രീതിയിൽ റൂളുകൾ അറിയാം. അവർ ഒരിക്കലും റൂള് തെറ്റിക്കുന്ന രീതിയിൽ നിങ്ങളടുത്ത് ഇൻസ്ട്രക്ഷൻ തരാറില്ല. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. എക്സാമിനർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ വാഹനം സ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ എന്നുള്ള കാര്യം. നമുക്ക് ഒരു ആവശ്യവുമില്ലാതെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ആക്കും. അല്ലെങ്കിൽ ഒരു നോർമൽ സ്പീഡിൽ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോകും, ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ആ ഒരു റോഡിന്റെ സ്പീഡിനനുസരിച്ച് നമ്മൾ നോർമലായിട്ട് ഉള്ള ഒരു സ്പീഡിൽ വാഹനം ഓടിക്കുക. അനാവശ്യമായിട്ട് സ്ലോ ആക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ദുബായിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ സാധാരണ നോർമലായിട്ട് വാഹനം ഓടിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുബായിൽ ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണം, അങ്ങനെയുള്ള സർവീസ് ആവശ്യമുണ്ട് എങ്കിൽ വളരെ നല്ല ഓഫറിൽ നിങ്ങളുടെ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനിയൊരു വീഡിയോ ആയി വരുന്നവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.